ഇനി അള്ളാഹു ഇഷ്ടപ്പെട്ട മാസമാണ് ഇനി നമ്മളിലേക്ക് വരാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല 4 മാസത്തെയാണ് അവൻ പ്രത്യേകമായി ഇഷ്ടപ്പെട്ട മാസം. പ്രത്യേകമായി അവൻ ഇഷ്ടപ്പെട്ട 4 മാസം. ആ 4 മാസം അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാസമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സൂറത്ത് തൗബയിൽ അള്ളാഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്ന ഇദ്ദതശ് ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റാ يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. ആകാശഭൂമികളെ സൃഷ്ടിക്കപ്പെട്ട കാലത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷമെന്നാൽ അത് 12 മാസമാണെന്ന് അവന്റെ കിതാബിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഒരു വർഷം 12 മാസം അത് അല്ലാഹു തീരുമാനിച്ചതാണ്. അമേരിക്കക്കാരന്റെ യൂറോപ്യൻകാരന്റെ ഒന്നും അവകാശവും സമ്പത്തുമല്ല. ഇന്ന ഇദ്ദതശ് ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റാ. ഒരു വർഷമെന്ന് പറയുന്നത് 12 മാസമാണ്. അല്ലാഹുവിന്റെ ദർബാറിൽ അവൻ തീരുമാനിച്ച കാര്യമത്രേ. മിൻഹാ 4 ഹുറും. ആ 12 മാസത്തിൽ 4 മാസത്തെ അല്ലാഹു തആല വളരെ ശ്രേഷ്ഠമായും മഹത്വം നൽകിയും അല്ലാഹു ആദരിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുകയാണ്. ആ 4 മാസത്തിൽ ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്യരുതേ, അക്രമം കാട്ടരുതേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മാസം റമളാനിന് മുമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. ആ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അത് റമളാന്റെ മുന്നോടിയാണ്. ആ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന്റെ മുന്നോടിയായി അകാന റസൂലുള്ളാഹി ഇദാ റആ ഹിലാല റജബിൻ യദ്ഉ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ റജബ് മാസം എത്തുമ്പോഴാണ് നബി തങ്ങൾ ആ ഹിലാൽ എന്ന മാസപ്പിറവി കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു, പടച്ചവനേ റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, പവിത്രമായ റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ അല്ലാഹ്. ആ റജബുൽ മുറജ്ജബ് എന്ന് പറയുന്നത് അല്ലാഹു ആദരിച്ച 4 മാസത്തിലെ ഒരു മാസമാണ് കേട്ടോ. അതിനുശേഷം 3 മാസത്തെ അല്ലാഹു ആദരിച്ചു. അതാണ് ഇനി അടുത്ത മാസം മുതൽ തുടങ്ങാൻ പോകുന്നത്. അത് 1 ദുൽഖഅദാണ്, 2 ദുൽഹജ്ജാണ്, 3 മുഹറമുൽ ഹറാം. ഈ 3 മാസവും അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാസമാ. മുസ്ലിം ലോകമേ, നമ്മുടെ ന്യൂ ഇയറിന്റെ മാസമാണ് മുഹറമുൽ ഹറാം. ശ്രേഷ്ഠമാക്കപ്പെട്ട മാസമാണ്, ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന മാസമാണ്, അല്ലാഹുവും പ്രവാചകനും ആദരിച്ച മാസമാണ്. മുൻഗാമികളായ മഹോന്നതന്മാരും മഹാരഥന്മാരും അംബിയാ മുർസലീങ്ങളും ആദരിച്ച മാസമാണ് മുഹറം. ഈ 4 മാസം അല്ലാഹ് ഇഷ്ടപ്പെട്ട മാസം അത്രേ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വേണ്ടി നൽകിയ മാസമാണ്. വറമളാനു ശഹ്റും മതീ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, റജബ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാസമാ. ശഅബാനു ശഹ്രി, ശഅബാൻ എന്ന് പറയുന്നത് എന്റെ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വറമളാനു ശഹ്റും മതീ. ഈ ലോകത്തുള്ള മുഴുവൻ സമുദായത്തിന്റെയും മുസ്ലിം ലോകമേ, 160 കോടി മുസൽമാൻ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ അവന്റെ ഖൽബിലേക്ക് കൊണ്ടു നടക്കുന്നുവെങ്കിൽ
ആ പരിശുദ്ധ പ്രവാചകന്റെ നാവാല മൊഴിയപ്പെട്ട വാക്കാണ് റമദാൻ എന്ന് പറയുന്നത്. 160 കോടി മുസൽമാന്റെ മാസമാണ്. വറമളാനു ശഹ്റു ഉമ്മത്തി, ആ ഉമ്മത്തിന്റെ മാസമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ? ആ റമദാനിനെ അല്ലാഹു മൂന്നായിട്ട് ഓഹരിച്ച് നൽകിയില്ലേ? അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. എത്ര വലിയ മഹത്വമാണ് ഈ ഉമ്മത്തുകൾക്ക് അല്ലാഹു നൽകിയത്. അല്ലാഹു ഇഷ്ടപ്പെട്ട 4 മാസം പോലും അല്ലാഹു ഖുർആൻ ഇറങ്ങാൻ തെരഞ്ഞെടുത്തില്ല കേട്ടോ. പരിശുദ്ധമായ ഖുർആൻ ഘട്ടം ഘട്ടമായി പരിശുദ്ധ പ്രവാചകന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട ലോകത്തിന്റെ പ്രകാശമായ ഖുർആൻ, ആ ഖുർആൻ അവതരിപ്പിക്കപ്പെടാൻ അല്ലാഹു തീരുമാനിച്ച സമയം അത് റമളാനാണ്. റമളാനാണ്. ആ റമളാൻ ഏതാണ്? ശഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസമാണ് റമളാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ റമളാൻ വിട പറഞ്ഞില്ലേ? പകലിന്റെ സമയത്ത് പള്ളികൾ മുഴുവനും ആർദ്രതയോടെ പടച്ച റബ്ബേ ആത്മനിർവൃതിയോടെ ജനങ്ങൾ ഇടിച്ചു കയറിയിരുന്ന സമയമായിരുന്നില്ലേ? രാപ്പകലുകളില്ലാതെ പവിത്രമായി കണ്ട മാസമല്ലേ റമളാൻ? കണ്ണിനെ സൂക്ഷിച്ച മാസമാ, കാതുകളെ സൂക്ഷിച്ച മാസമാ, നാവുകളെ സൂക്ഷിച്ച മാസമാ, ഖൽബുകളെ സൂക്ഷിച്ച മാസമാണ് റമളാൻ. ഒരു തെറ്റ് പറയുമ്പോ, ഒരു തെറ്റ് കേൾക്കുമ്പോ, ഒരു തെറ്റ് ചെയ്യുമ്പോ റമളാൻ 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 എന്ന് നാം വാതോരാതെ വിളിച്ചു പറഞ്ഞിരുന്ന മാസമാണ്. അത്രത്തോളം ആ റമളാനിനെ നമ്മൾ ആദരിച്ചിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ദുആ ചെയ്തില്ലേ? അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻ ഉബാദി റമളാൻ. പടച്ചവനെ റമളാനിനെ ആരാധിക്കുന്നവരായി മാറ്റരുത് അല്ലാഹ്. വജഅൽനാ മിൻ ഇബാദിക സാലിഹീൻ. റമളാൻ മാസം മാത്രമല്ല, ശവ്വാലും നിന്റെ മാസമാണ്, ദുൽഖഅദും നിന്റെ മാസമാണ്, ദുൽഹജ്ജും നിന്റെ മാസമാണ്, 12 മാസം നിന്റെ മാസമാണ്. 365 ദിനരാത്രങ്ങളിലും അല്ലാഹുവേ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നമ്മുടെ കാതിലേക്ക് തളച്ചു കയറുന്ന വാക്കാട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അത് റമളാനിൽ മാത്രമല്ല മുഴങ്ങി കേൾക്കുന്നത്, ഹജ്ജിന്റെ മാസത്തിൽ മാത്രമല്ല മുഴങ്ങി കേൾക്കുന്നത്. റമളാൻ വരട്ടെ, റമളാൻ പോകട്ടെ, റമളാൻ വന്നാലും അത് അവസാനിച്ചാലും അത് അസ്തമിച്ചാലും അല്ലാഹുവിനെ കുറിച്ചുള്ള ആ അജയ്യമായ വാക്ക് മിനാരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുവെങ്കിൽ റമളാൻ ശഹ്റു ഉമ്മത്തി, അതെന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ റമളാൻ പോയതോടുകൂടി നമ്മളും പള്ളിയോട് സലാം പറഞ്ഞില്ലേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഓർക്കണം കേട്ടോ. മൻ കാന യഅബുദു റമളാൻ ഫഇന്ന റമളാന ഖദ് ദഹബ വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. റമളാനിൽ സുബ്ഹിക്ക് വന്നാൽ പള്ളി ഫുള്ളാണ്, ളുഹറിന് വന്നാൽ പള്ളി ഫുള്ളാണ്, അസറിന് വന്നാൽ പള്ളി ഫുള്ളാണ്, മഗ്രിബിനാകട്ടെ ഇശാക്കാകട്ടെ പാതിരാ സമയം വരെ 12 മണി വരെ പള്ളിയുടെ ഉള്ളിൽ നിന്ന് നമസ്കരിക്കുന്ന നമുക്ക് ആർദ്രത കൊണ്ട് അമ്മാനമാടിയിരുന്ന സമയമായിരുന്നില്ലേ? ആ റമളാൻ വിട പറഞ്ഞു, നമ്മുടെ മസ്ജിദുകളെല്ലാം ശൂന്യമായി. റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞപ്പോ ആ റമളാനിന് സലാം ചൊല്ലി മടക്കിയതുപോലെ നാമും ആ റമളാനിനെ വിട പറഞ്ഞു പോയില്ലേ? പള്ളികൾ
പള്ളികളിൽ ആളില്ല, സുബഹിക്ക് ആളിനെ കാണാനില്ല, ളുഹറിന് കാണാനില്ല, അസറിന് കാണാനില്ല, മഗ്രിബിന് തുലോം തുച്ഛമായ ആളുകൾ, ഇശാക്ക് തുലോം തുച്ഛമായ ആളുകളാണ്. എവിടെ പോയി സമുദായം? മരണപ്പെട്ടു പോയിട്ടില്ല, അവരാരും മരിച്ചു പോയിട്ടില്ല. ഒരു ഭൂകമ്പമോ ഭൂമി കുലുക്കമോ നാട്ടിൽ സംഭവിച്ചിട്ടില്ല. വെള്ളപ്പൊക്കത്തിലൂടെ ജലപ്രളയത്തിലൂടെ ഒഴുകിയവർ പോയിട്ടില്ല. ഇസ്രായേലിന്റെ ബോംബ് വർഷത്തിൽ അവരാരും ഷഹീദാക്കപ്പെട്ടിട്ടില്ല. അവരെല്ലാം നമ്മുടെ പള്ളിയുടെ പരിസരത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. പക്ഷേ പള്ളികൾ കാലിയാണ്. എവിടെ യുവാക്കളെ, എവിടെ നിങ്ങളെവിടെ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് ലോക മുസൽമാന്റെ ഖൽബിന്റെ കാതലാണ്, ജീവിതത്തിന്റെ തുടിപ്പാണ്, ഹൃദയത്തിന്റെ സ്തംഭനമാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ആർക്കും അത് സഹിക്കാൻ കഴിയൂല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചം തകർന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മദീനക്കാര് പറഞ്ഞില്ലേ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹത്തിൽ മദീന, മദീനയുടെ ഓരോ തെരുവോരങ്ങളും പ്രകാശമാനമായി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ മദീനയിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞുപോയി, മദീനയിലെ പ്രകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. മദീന ആകമാനം ഇരുണ്ട തുരുത്തുകൊണ്ട് നിറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട സഹാബാക്കൾ വിലപിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുമ്പോ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പറയുകയാണ്, ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ എല്ലാവരും അത്ഭുത പരതന്ത്രരായി അസ്ത്രജ്ഞരായി മാറി നിൽക്കുകയാണ് കേട്ടോ. എന്ത് മറുപടിയാണ് പറയുക? ഹബീബായ തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാ. നബി തങ്ങൾ ഇതാ വഫാത്തായി കിടക്കുകയാണ്. ആ മുബാറക്കായ ശരീരം മറവാടുന്നതിന് മുമ്പ്, കബറടക്കപ്പെടുന്നതിന് മുമ്പ് ഉമറിന്റെ ഇതാ വലിയ വാക്കുകളാണ്. അവരുടെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറയുമ്പോ ആ ഉമറിനെ നിയന്ത്രിക്കാൻ ആ പരിശുദ്ധമായ മക്കയുടെ മണ്ണിൽ, മദീനയുടെ മണ്ണിൽ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇല്ല അബൂബക്കർ സിദ്ദീഖ് മാത്രമാ അതിനുള്ള ധൈര്യം കാട്ടിയത്. സധൈര്യം അബൂബക്കർ സിദ്ദീഖ് മുന്നോട്ട് കടന്നു വന്നിട്ട് ഉമറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഉമറേ, ആ വാള് നീ നിലത്ത് വെക്കണം കേട്ടോ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നൂറുകണക്കായ സഹാബാക്കളെ കോരിത്തരിപ്പിക്കുമാറ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദാ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത വമൻ കാന യഅബുദുല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ഹിജാസിന്റെ മക്കളെ, ജസീറത്തുൽ അറബിയിലെ മക്കളെ, അറബ് ലോകമേ, അൻസാരികളെ, മുഹാജിരീങ്ങളെ, മൻ കാന യഅബുദു മുഹമ്മദാ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, ആ മുഹമ്മദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. വമൻ കാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന അല്ലാഹ ഹയ്യുൽ ലാ യമൂത്, ഫഇന്ന അല്ലാഹ ഹയ്യുൽ ലാ യമൂത്. നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ പടച്ച തമ്പുരാൻ അവൻ എന്നെന്നും നിലനിൽക്കും കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കണേ. മുഹമ്മദ് നമ്മുടെ പ്രവാചകനാണ്, അത് നമ്മുടെ കെടാവിളക്കാണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പാണ്, അത് നമ്മുടെ നാഡീ ഞരമ്പുകളാണ്, അത് നമ്മുടെ ഹൃദയത്തിന്റെ സ്തംഭനമാണ്, ഹൃദയത്തിന്റെ സ്പന്ദനമാണ്. ആ പ്രവാചകനില്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. പക്ഷേ
ആ പ്രവാചകൻ മരണപ്പെടുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ സ്വഹാബത്തെ, ലോകാവസാനത്തിന്റെ അടയാളമായി നിങ്ങൾ എഴുതിക്കോ മൗതി, എന്റെ മരണം എന്ന് പറയുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ആരാധിച്ചവർ ആരാണ്? ആരുമില്ല ഈ ലോകത്ത്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ വഫാത്തായി പോയിട്ടുണ്ട്. മറേ വാള് താഴെ ഇടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ വാള് നിലത്ത് വെക്കുകയാണ്. നബി തങ്ങൾ വഫാത്തായി പോയി. നബി തങ്ങൾ നമ്മുടെ ജീവിതമാണ്. നബി തങ്ങൾ നമ്മുടെ കിടാവിളക്കാണ്. നബി തങ്ങൾ നമ്മുടെ വഴികാട്ടിയാണ്. നബി തങ്ങൾ നമ്മുടെ എല്ലാമാണ്. പക്ഷേ അല്ലാഹു നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമാ. ആ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തെങ്കിൽ റമളാനിൽ പള്ളിയിൽ വന്ന ചെറുപ്പക്കാരാ, റമളാനിൽ നമസ്കരിച്ച ചെറുപ്പക്കാരാ, റമളാനിൽ ഖുർആൻ ഓതിയ ചെറുപ്പക്കാരാ, റമളാനിൽ നോമ്പെടുത്ത ചെറുപ്പക്കാരാ, റമളാനിൽ പാതിരാ സമയത്ത് നിന്ന് നമസ്കരിച്ച ചെറുപ്പക്കാരാ, ആ റമളാൻ വിട പറഞ്ഞു പോയെങ്കിൽ നിങ്ങളും ആ റമളാനിന്റെ പിന്നാലെ പോകരുത് കേട്ടോ. അതുകൊണ്ടാണ് ഉലമാക്കൾ നമ്മളോട് പറയുന്നത് മൻ കാന യഅബുദു റമളാന ഫഇന്ന റമളാന ഖദ് ദഹബ. ആരെങ്കിലും റമളാനിനെയാണോ ആരാധിച്ചിരുന്നതെങ്കിൽ ആ റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി കേട്ടോ. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ അല്ലാഹു ഇന്നും നാളെയും എന്നെന്നും നിലനിൽക്കുന്നവനാണ് കേട്ടോ. അതുകൊണ്ട് റമളാൻ കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഇബാദത്തുകൾ കഴിഞ്ഞു എന്ന് നിങ്ങൾ കരുതണ്ട. റമളാനിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ഉലമാക്കൾ പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞ വാക്കെന്താണ്? ഫുതിഹത് ലഹും അബ്വാബുസ് സമാ. റമളാൻ എന്ന് പറയുന്ന മാസത്തിലാണ് സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്. സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക മാത്രമല്ല, വഗുല്ലിഖത് അബ്വാബുൻ നീറാൻ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്നതും പരിശുദ്ധമായ റമളാനിലാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് റമളാനിൽ, നരകത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടുന്നത് റമളാനിൽ. ഈ സ്വർഗത്തിന്റെ വാതിലിലൂടെ ആര് പ്രവേശിക്കും എന്ന് പറഞ്ഞിട്ടില്ല. ഈ സ്വർഗത്തിന്റെ വാതിൽക്കലൂടെ പ്രവേശിക്കുന്നവരാരാണെന്നറിയോ? ആ നരകം ആരുടെ മേൽ കൊട്ടിയടയ്ക്കപ്പെടുമെന്ന് അറിയോ? അതാണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞ ഒരു ഖുദ്സിയായ ഹദീസ് ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു തരാറില്ലേ? അസ്സൗമു ലീ വഅന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാ, ഞാനാണ് അതിന് കൂലി നൽകുന്നത് കേട്ടോ. നോമ്പ് എനിക്കുള്ളതാണ്, അല്ലാഹു പറയാ, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. എപ്പോഴാണ് കൂലി നൽകപ്പെടുക? എപ്പോഴാണ് കൂലി നൽകപ്പെടുക? അല്ലാഹ്ക്ക് ഒരു വർഷത്തിൽ 5 രാവ് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രാവാണ്. 5 രാവ് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രാവാണ് ഒരു വർഷത്തില്. അതിലൊന്ന് ലൈലത്തും മിൻ നിസ്ഫി ശഅബാൻ, ശഅബാനിന്റെ രാവ്, അതിന്റെ 15ന്റെ രാവ് അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാവാണ് കേട്ടോ. അതേപോലെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന രാവാണ് പരിശുദ്ധമായ അറഫയുടെ രാവ്. അത് അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാവാണ് കേട്ടോ. മൂന്നാമത് ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രാവാണ്. നാലാമത് ലൈലത്തു ഈദിൽ ഫിത്രി,
ചെറിയ പെരുന്നാൾ റമദാൻ കഴിഞ്ഞ ഉടനെ നാളെ ശവ്വാൽ 1 ആ പെരുന്നാളിന്റെ രാവുണ്ടല്ലോ, ആ രാവ് അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാണ്. ആ രാവിലാണ് അല്ലാഹു നോമ്പുകാർക്ക് കൂലി നൽകുന്നത്. അസ്സൗമു ലീ വഅനാ അജ്സീ ബിഹി. 5ാമത്തെ രാവ് ലൈലത്തു ഈദിൽ അദ്ഹാ, ബലിപെരുന്നാളിന്റെ രാവ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാവാണ്. ഈ 5 രാവ് ഒരു വർഷത്തിൽ അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതിലൊരു രാവാണ് 2 രാവ് കഴിഞ്ഞു പോയി, 3 രാവ് കഴിഞ്ഞു പോയി, ശഅബാൻ 15 കഴിഞ്ഞു പോയി, ലൈലത്തുൽ ഖദറിന്റെ രാവ് കഴിഞ്ഞു പോയി, ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാവ് കഴിഞ്ഞു പോയി, ലൈലത്തുൽ ഈദുൽ ഫിത്ർ അതും കഴിഞ്ഞു പോയി. ഈ ഈദുൽ ഫിത്ർ നാളെയാണെങ്കിൽ ഇന്ന് രാത്രി ഉണ്ടല്ലോ, അല്ലാഹു ആ രാത്രിയാണ് ഈ ദാസന്മാർക്ക് കൂലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ കൂലി വാങ്ങണമെങ്കിൽ പള്ളിയിൽ വരണം. ആരും പള്ളിയിൽ കാണൂല, എല്ലാരും ഇറച്ചി വാങ്ങാൻ പറ്റും. തുണിയെടുക്കാൻ വേണ്ടി പോകും. പെണ്ണുങ്ങളെല്ലാവരും കാസർഗോഡ് ടൗണിലായിരിക്കും. കൂലി അല്ലാഹു കൊടുക്കൂല അവിടെ. നമ്മൾ മൊത്തം ഇറച്ചിക്കടയുടെ ഫ്രണ്ടിലായിരിക്കും. മട്ടൻ വാങ്ങാനും ചിക്കൻ വാങ്ങാനും. അല്ലാഹു പറയുന്നു പള്ളിയിൽ ഞാൻ കൂലി തരാം. അസ്സൗമു ലീ വഅനാ അജ്സീ ബിഹി. കൂലി വേണ്ടേ? നോക്കുമ്പോ മുക്കരിച്ചുണ്ട്, കത്തിയ വെച്ചുണ്ട്, കുറെ മുത്തല്ലിമീങ്ങളുണ്ട്, ഉസ്താദന്മാരെല്ലാം ഉണ്ട്. അവർക്കെല്ലാം കൂലി കൊടുത്തിട്ട് അല്ലാഹു ബാക്കി എല്ലാവരും അറിയാം. അല്ലാഹു മീറ്റ് കടയിൽ പോവില്ല, അല്ലാഹു സൂപ്പർ മാർക്കറ്റിൽ ഒന്നും പോവില്ല. അതാണ് ആ രാവിലെ വന്ന് ദുആ ഇറക്കണം. അതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വർഗത്തിന്റെ വാതിലിലൂടെ ആര് പ്രവേശിക്കും? ആര് പ്രവേശിക്കും? അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ഉറൂസിന് വന്നവർ മൊത്തം. ഈ മുസ്ലിമീങ്ങളെല്ലാം അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കാത്തവരാ. ശരിയല്ലേ? അല്ലാഹ് ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇല്ലാത്ത ആരിലുണ്ടോ? പക്ഷെ അല്ലാഹ് ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ഉണ്ട്, അതാ ഇല്ലാതെ പോയത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എല്ലാവരും പറയും അല്ലാഹു ആണ് ഞങ്ങളുടെ രക്ഷിതാവ്, അവനാണ് ഞങ്ങളുടെ ആരാധ്യൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ആരാണോ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹ് എന്ന് പറയുന്നത്, അതുകൊണ്ട് മാത്രം അല്ലാഹു അവിടെ ആ ആയത്ത് സ്റ്റോപ്പ് ചെയ്തില്ല. അവിടെ നിർത്തിയില്ല. നല്ലതിനെ ഖാലൂ റബ്ബുനല്ലാഹ് എന്നുള്ള പറഞ്ഞ വാക്കാണ്. എല്ലാരും പറഞ്ഞു, മഹാന്മാര് പറഞ്ഞു, മുഈദ് ശൈഖ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, യാ ഹന്നാൻ യാ മന്നാൻ യാ ദയ്യാൻ യാ സുബ്ഹാൻ. മുഈദ് ശൈഖ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. എപ്പോഴും അല്ലാഹ് 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 വിളിച്ചു. അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്. അല്ലാഹ് വിളിക്കുന്നില്ലേ? വിളിച്ചത് മാത്രം കൊണ്ട് കാര്യമായില്ല കേട്ടോ. സുമ്മസ്തഖാമൂ, റമളാനിന്റെ 30 രാപ്പകലുകളിൽ പള്ളിയിൽ വന്ന് അല്ലാഹ് 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 നമ്മളെല്ലാവരും വിളിച്ചതാണ്. അതിന്റെ ഏറ്റവും വലിയ വിളിയായിരുന്നു പരിശുദ്ധമായ പെരുന്നാളിന്റെ രാവിൽ കൂടുതൽ കൂടുതൽ പള്ളി മുഴങ്ങി കേൾക്കത്തക്ക നിലയിൽ നമ്മൾ വിളിച്ചില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇന്നാ തക്ബീർ വിളിച്ചവർ എവിടെ? എന്തായിരുന്നു പള്ളിയിൽ മുഴക്കം? പെരുന്നാളിനൊക്കെ എന്തായിരുന്നു? തറാവീഹിന് എന്തായിരുന്നു? നോമ്പ് മുറിക്കുന്ന സമയത്ത് മഗ്‌രിബിന് സ്ഥലമില്ല, പുറത്തേക്ക് സ്റ്റേജ് പന്തലിട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആളുകൾക്ക് വേണ്ടി
ഇതെന്താ ബോംബെ ഇറക്കുമതി ചെയ്തതാ, ഗുജറാത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ? ഇല്ല, ഇത് പോവൽ തന്നെ ഉള്ളവരായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഈ നാട്ടിലുള്ള മക്കൾ തന്നെയായിരുന്നു. എവിടെ പോയവർ? ഇവരെല്ലാം അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. സുമ്മസ്തഖാമൂ, ആ വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് അത് നിലനിർത്തണേ, അത് നിലനിർത്തണേ, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണേ. അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹ് ഉണ്ട് നമുക്ക് വിശ്വാസം. ഇസ്തിഖാമത്തില്ല. ഇസ്തിഖാമത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മഗ്‌രിബിന് ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോകും, ജുമുഅക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോകും, റമദാനിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോകും. റമദാൻ കഴിഞ്ഞും ബാങ്കിന് മാറ്റമില്ല. ഹയ്യ അലസ്സലാ, അതേ ബാങ്കല്ല എപ്പോഴും വിളിക്കുന്നത്. വ്യത്യാസമുണ്ടോ? റമദാനിൽ വിളിച്ച അതേ ബാങ്ക് തന്നെ ഇപ്പോഴും വ്യത്യാസമുണ്ടോ? ആ ഹയ്യ അലസ്സലാക്ക് എന്താ ആളുകൾ ഹയ്യ അലൽ ഫലാഹ്, അതേ ഹയ്യ അലൽ ഫലാഹ് തന്നെ ഇപ്പോഴുള്ളത്. പക്ഷേ സുമ്മ ലാ യുജീബ്, മാഫി, മറുപടിയില്ല. ആളുകൾ അന്ന് ആ റമദാനിൽ ബാങ്ക് കേട്ടപ്പോ എന്താ തിടുക്കത്തിൽ ഓടി പള്ളിയിലേക്ക് വരും. ബാങ്ക് കൊടുത്ത് നോമ്പ് കുറിക്കാൻ എന്തായിരുന്നു റമദാൻ? അമ്പും വില്ലും മലപ്പുറം കത്തി. ഇപ്പൊ പള്ളിയിൽ എത്ര പേരുണ്ട്? എവിടെ പോയി ഹയ്യ അലൽ സ്വലാഹ്? എവിടെ പോയി ഹയ്യ അലൽ ഫലാഹ്? എവിടെ പോയി? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്, ഹയാത്തോടുണ്ട്, മരിച്ചു പോയിട്ടില്ല. എല്ലാരും ഉണ്ട്, ഹയാത്തോടെ ഉണ്ട്, പക്ഷെ കാണാനില്ല. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലസ് സ്വലാഹ്. പിന്നെ ഒന്നുകൂടെ എക്സ്ട്രാ വിളിക്കുന്നവർ ചില സമയത്ത് എല്ലാരും കേട്ടതുമാണ്, എല്ലാരും അത് ഇജാബത്ത് കൊടുത്താണ്. ഒരു മാസം അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. എല്ലാരും കേട്ടു ഒരു മാസത്തില്. കാരണം എന്തറിയോ? സഹർ തിന്നാൻ വേണ്ടി എഴുന്നേറ്റു. എന്നപ്പോ നമുക്ക് സുബഹിയുടെ നിസ്കരിച്ചിട്ട് ഉറങ്ങാം. സഹർ തിന്നാൻ വേണ്ടി എഴുന്നേറ്റപ്പോ പിന്നെ ഉറങ്ങാൻ വിടൂല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ബാങ്ക് കേൾക്കുന്നു. ബാങ്ക് കേൾക്കുമ്പോ നേരെ പള്ളിയിലേക്ക് പോയി. എല്ലാരും സുബഹിക്ക് ഓക്കെ, ഫുള്ള് സുബഹിക്ക് പള്ളി ഫുള്ളായി. ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ കേൾക്കുന്നത് റമദാൻ മാസത്തിലെ 30 ദിവസമേ ഉള്ളൂ ഈ ഒരൊറ്റ സാധനം. ആദ്യമായിട്ട് കേൾക്കുന്ന ആള് പറയും ഇന്ന് മുക്കറിച്ച ബാങ്ക് തെറ്റിച്ച് വിളിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ പിത്തന ഉണ്ടാക്കുന്നവന്മാരുണ്ടല്ലോ, ചില ചങ്ങാതിമാർ ജീവിതത്തിൽ പള്ളി കയറൂല. ആ ചങ്ങാതിമാരോട് ഇന്ന് മുക്കറിച്ച വിളിച്ച ബാങ്ക് തെറ്റാ, ശരിച്ചാ, കേട്ടിനാ സുബൈക്ക് കേട്ടിനാ? നമ്മ 4 വക്കത്തും കേട്ടിട്ടില്ല. ഇന്ന് സുബൈക്ക് അയാൾ വേറെ എന്തോ പറഞ്ഞു, എന്തോ നവും ഉറക്കം നമുക്കെന്ന് പറഞ്ഞു. അയാൾ ഉറങ്ങിട്ട് എന്തോ പറഞ്ഞ വാക്കാ. ഇയാൾ ആദ്യമായിട്ട് കേൾക്കാണ്. ആദ്യമായിട്ട് ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോ, അയാൾ ആദ്യമായി ഒരാൾ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നപ്പോ ആ നമസ്കാരം മയ്യത്ത് നിസ്കാരമായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അയാൾ കുനിഞ്ഞു. ആരും കുനിയുന്നില്ലല്ലോ, എഴുന്നേറ്റ് നോക്കി. അല്ലാഹു അക്ബർ, തക്ബീർ എല്ലാം കഴിഞ്ഞു. കൂട്ടുകാർ പണ്ട് ഈ കുനിയലൊക്കെ ഉണ്ടായിരുന്നല്ലോ നിസ്കാരത്തിൽ, അതെല്ലാം മാറ്റി. അത് കാണുന്നില്ലല്ലോ. ഇന്ന് ഞാൻ പോയിട്ട് നിസ്കരിച്ച് നോക്കുമ്പോ ആരും കുനിയുന്നില്ല. തക്ബീർ വിളിക്കുന്നു, അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്താ മാറ്റി വെച്ചാ? ആദ്യം നിസ്കരിക്കാൻ വന്ന ആളാ. ഇയാളാണ് ആദ്യമായിട്ട് ഈ ബാങ്ക് കേട്ടാൽ ഇയാൾക്ക് തന്നെ സംഭവിക്കാൻ പോകുന്നത്. സ്വലാത്തു ഖൈറും മിനൻ നൗം, സ്വലാത്തു ഖൈറും മിനൻ നൗം.
ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠം നമസ്കാരമാ. ഉറക്കിനേക്കാൾ ശ്രേഷ്ഠം നമസ്കാരമാ. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ആ വാക്ക് കേൾക്കുമ്പോ നിന്റെ ശ്രവണപുടങ്ങളിലൂടെ തളച്ചു കയറട്ടെ. ഉറങ്ങരുത് കേട്ടോ. ഉറക്കിൽ നിന്ന് ഉണരണേ. ഉണർന്നിട്ട് നമസ്കരിക്കണേ. നാളെ നിങ്ങൾ ആ വാക്കിന് ഉത്തരം നൽകാതെ കിടന്നുറങ്ങിയാൽ ഖബറിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല കേട്ടോ. ഖബറിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ആ ബാങ്ക് വിളി കേൾക്കുമ്പോ നേരെ പള്ളിയിലേക്ക് നിങ്ങൾ പോകണേ. മഹാനായ ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു കണ്ണിന് കാഴ്ച കുറഞ്ഞ സ്വഹാബിയാണ്. കണ്ണ് തീരെ കാണാൻ കഴിയൂല. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഇന്നനി ളരീറുൽ ബസർ വശാസിഉദ് ദാർ ഫലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ് ഫഹൽ ലി റുഖ്സത്തുൻ അൻ നുസല്ലിയ ഫീ ബൈതി. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കണ്ണിന് കാഴ്ചയില്ല നബിയേ. എന്റെ വീടോ പള്ളിയിൽ നിന്ന് കുറച്ച് വിദൂരമാണ്. ഫലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു ബൈസ്റ്റാൻഡ് എന്നോടൊപ്പമില്ല നബിയേ. ഫഹൽ ലി റുഖ്സത്തുൻ അൻ നുസല്ലിയ ഫീ ബൈതി. ബാങ്ക് കേൾക്കുമ്പോ എനിക്ക് എന്റെ പുറയിൽ നമസ്കരിക്കാൻ അനുവാദമുണ്ടോ റസൂലേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, അൽ സമിഅതൽ അദാൻ. ബാങ്ക് കേൾക്കാൻ കഴിയുമോ സഹോദരാ? ബാങ്ക് മുക്രിച്ച വിളിക്കുമ്പോ അത് കേൾക്കാൻ നിന്നെ കൊണ്ട് ആവുമോ? ഖാല ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതിനെ കേൾക്കാൻ കഴിവുണ്ട് നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഹയ്യ ഹലാ, ഹയ്യ ഹലാ. എങ്കിൽ അതിന് മറുപടി നൽകണേ. ആ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകണം കേട്ടോ. കണ്ണ് കാണൂല, കൂട്ടിക്കൊണ്ടുപോകാൻ ബൈസ്റ്റാൻഡില്ല, ഡ്രൈവറില്ല, ഒന്നുമില്ല. കേൾക്കും ബാങ്ക്, പക്ഷേ പള്ളിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല. പുറയും കുറച്ച് ദൂരത്താണ്. പള്ളിക്ക് പോകണം നബിയെ? പോകണം. ജമാഅത്തായിട്ട് നമസ്കരിക്കണം. ആ ജമാഅത്തായി നമസ്കരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചുവെങ്കിൽ ആ ഉണ്ട് എന്നതിന്റെ തെളിവ് 5 നേരം കൃത്യമായി നമസ്കരിക്കുക എന്നതാണ്. അതാണ് അല്ലാഹ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. അല്ലാഹ് ഉണ്ട് എന്നതിന്റെ തെളിവ് അതാണ്. അല്ല, അല്ലാഹ് ഉണ്ട്, അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അല്ലാഹ് ഉണ്ടെന്ന്. പക്ഷെ അതിന്റെ തെളിവെന്താ? അതിന്റെ തെളിവെന്താ? ആ തെളിവാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത്. ആ തെളിവാണ് പള്ളിയിലേക്ക്. അല്ലാഹു അക്ബർ കൈകെട്ടി നമ്മൾ അല്ലാഹുവിനെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നില്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അല്ലാഹുവിനെ സ്തുതിക്കുന്നുവെങ്കിൽ ആ അല്ലാഹു നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായി നിലകൊള്ളുന്നവനാ. അതുകൊണ്ട് ആ റബ്ബിനെ നമ്മൾ ആരാധിക്കണേ. അവന്റെ മുന്നിൽ നമ്മൾ സുജൂദിൽ വീഴണേ. അങ്ങനെ വിളിക്കുന്നവരാണ്, അങ്ങനെ പോകുന്നവരാണ്, അങ്ങനെ നമസ്കരിക്കുന്നവരാ. അവർ മരിക്കാൻ കിടക്കുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക, മാലാകമാർ ആകാശലോകത്തു നിന്ന് ഇറങ്ങി വരുന്നത് അവർക്ക് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങി വരിക. മരിക്കാൻ കിടക്കുന്ന സഹോദര, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സഹോദര, 5 നേരം കൃത്യമായി നമസ്കാരമുള്ളവനായിരുന്നു. നീ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഇതാ മലക്കുകൾ സ്വർഗലോകത്ത് നിന്ന് പട്ടുടയാടകളുമായി കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹുനൂതിൽ ജന്ന നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്വർഗത്തിന്റെ
സ്വർഗത്തിന്റെ പട്ടുടയാടകളുമായി കടന്നു വരികയാണ്, സ്വർഗത്തിന്റെ സുഗന്ധദ്രവ്യങ്ങളുമായി കടന്നു വരികയാണ്. അതുകൊണ്ട് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോ നീ വിഷമിക്കേണ്ടതില്ല, നീ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം ഓരോരുത്തരുടെയും ആഗ്രഹം എന്താണ്? നല്ല രീതിയിൽ മരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ചില ആളുകൾ ചിരിച്ചു മരിക്കുന്നത് കണ്ടില്ലേ? ചില ആളുകൾ വെള്ളിയാഴ്ച രാവിൽ മരിക്കുന്നത് കണ്ടില്ലേ? ചില ആളുകൾ സുബഹയുടെ സമയത്ത് മരിക്കുന്നത് കണ്ടില്ലേ? ചില ആളുകൾ നമസ്കാരത്തിൽ മരിക്കുന്നത് കണ്ടില്ലേ? ഈ ലോകത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. ഒരിക്കൽ നമ്മൾ മരണപ്പെടും കേട്ടോ. ആ മരണത്തിന് കീഴ്പ്പെടേണ്ടി വരുന്നവരാ. അത് എവിടെ വെച്ചാണ്, അതെപ്പോഴാണ്, അതെങ്ങനെയാണ്, അത് അല്ലാഹു മാത്രം അറിയുന്നവനാണ്. ആ റബ്ബ് മാത്രമാണ് അറിയുക. ദുബായിൽ വെച്ചായിരിക്കാം അവന്റെ റൂഹ് പിടിക്കപ്പെടുന്നത്, മക്കയിൽ വെച്ചായിരിക്കാം അവന്റെ റൂഹ് പിടിക്കപ്പെടുന്നത്. എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും ഉംറയ്ക്ക് പോകുന്നവനാണ്, സിയാറത്തിന് പോകുന്നവനാ. മദീനയിൽ മരിക്കണമല്ലാ എന്ന ആഗ്രഹത്തോടെ വർഷം തോറും ഉംറയ്ക്കും സിയാറത്തിനും പോകുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഹതഭാഗ്യനാ, പരിശുദ്ധമായ മദീനയിൽ മരിക്കാൻ ആഗ്രഹമില്ല. ആ മദീനയിൽ നിന്ന് മരണപ്പെടാതെ തിരിച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് കോഴിക്കോട് എയർപോർട്ടിൽ വരുമ്പോഴായിരിക്കും അവന്റെ റൂഹിനെ പിടിക്കപ്പെടുന്നത്. കാരണം അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എപ്പോഴാണ് നീ മരിക്കുക എന്നുള്ളത്, എവിടെ വെച്ചാണ് നീ മരിക്കുക എന്നുള്ളത്. ആ മരിക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മാലാകമാർ സ്വർഗ്ഗലോകത്ത് നിന്ന് ഇറങ്ങി വരണേ. സ്വർഗ്ഗലോകത്ത് നിന്ന് ആ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. അതിനരികിലിരുന്ന് മക്കളെല്ലാവരും കരയുന്നുണ്ടാകും. ഉപ്പ ഇതാ മരിക്കാൻ പോവുകയാണ്, ഉമ്മ ഇതാ മരണപ്പെടാൻ പോവുകയാ. അതിന്റെ പരിസരത്തിരുന്ന് കരയുന്നവരുണ്ടാകും. പക്ഷേ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ നല്ല മനുഷ്യനാണോ? അവരുടെ അരികിലേക്ക് സ്വർഗ്ഗലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. അവരുടെ കട്ടിലിന്റെ അരികിൽ വന്നിരുന്ന് ICUവിൽ കിടക്കുകയാണോ? അവിടെ പരിസരത്ത് വന്നിരുന്നിട്ട് അവനോട് പറയുകയാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഭയപ്പെടരുതേ, ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ്, ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട, പ്രയാസപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാലിഹായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷ വാർത്ത പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പറഞ്ഞ വാക്കാണ്. അതാണ് നമുക്കുണ്ട്. നമ്മളെല്ലാവരും മരിച്ചു പോകും, നമ്മൾ മരിക്കുന്നവരാണ്. ഒരിക്കൽ നമ്മൾ മരിക്കും. പക്ഷെ മരിക്കുമ്പോൾ നല്ല മരണം, ഔലിയാക്കളുടെ മരണം വേണം, സ്വാലിഹീങ്ങളുടെ മരണം വേണം, മഹാന്മാരുടെ മരണം വേണം. വെറുതെ മരിച്ചിട്ട് കാര്യമില്ല, ബാറിൽ കിടന്ന് മരിച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഓടയിൽ കിടന്ന് മരിച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും കമ്പോളത്തിൽ കിടന്ന് മരിച്ചിട്ട് കാര്യമില്ല, കഞ്ചാവടിച്ചിട്ട് മരിച്ചിട്ട് കാര്യമില്ല. പടച്ചവൻ നമ്മളെ ദുർമരണത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. ചില ആളുകൾ മരിച്ചു നല്ല മനുഷ്യനാണ്, വെള്ളിയാഴ്ച രാവും മരിച്ചു, സുബഹിക്ക് നിൽക്കുമ്പോൾ സുബഹിക്ക് ഇമാമത്ത് നിന്ന് ജമാഅത്ത് കഴിഞ്ഞ ഉടനെ മരിച്ചു, ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോ മരിച്ചു. ഓ, ഇതൊക്കെ കേൾക്കുമ്പോ നല്ല മരണല്ലേ, നല്ല മരണാണ്, നല്ല മരണം, നല്ല മനുഷ്യരുടെ മരണം. അങ്ങനെ ചിരിച്ച് 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 മരിക്കും. എന്തിനാ ചിരിക്കുന്നത്? സ്വർഗ്ഗം. തതനസ്സലു അലൈഹിമുൽ മലായിക, മാലാകമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരികയാ. ഇറങ്ങി വന്നുകൊണ്ട് ഇതാ ഇവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം ഇതാട്ടോ.
ഉംറയ്ക്കും സിയാറത്തിലൊക്കെ പോകുമ്പോ കാണിച്ചു കൊടുക്കേ, നിങ്ങൾ സിയാറത്തിന് പോകുന്ന സ്ഥലം എവിടേക്കാണ്? തായിഫിൽ പോകും, അവിടെ പോകും, ഇവിടെ പോകും, ഇവിടൊക്കെ പോകും, ഇതെല്ലാം പോകും. ഇതെല്ലാം പോയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. ഇറാഖിൽ പോകും, ഇറാനിൽ പോകും, ഇവിടൊക്കെ പോകുമ്പോൾ അതിന്റെ കുറച്ച് ലിസ്റ്റ് ഉണ്ടാവും. ഇവിടക്കങ്ങൾ പോകും. എന്ന പോലെ നമ്മൾ സ്വർഗത്തിൽ പോകാവുന്ന മനുഷ്യനായിട്ട് അള്ളാഹ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നമ്മൾ എഴുതുമാറാകട്ടെ. നമ്മളെല്ലാവരെയും ആ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മലക്കൾ കൊണ്ടുവന്ന് അതിന്റെ ഫോട്ടോ കാണിച്ചു തരും, LCD ഇട്ട് കാണിച്ചു തരും. ഹുർലിങ്ങളൊക്കെ ബൈക്ക് ഓടിച്ചൊക്കെ പോകുന്ന രംഗൊക്കെ കാണാൻ എന്താ രസം, ഇതൊക്കെ കാണുമ്പോ ഇയാൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. കണ്ണൊക്കെ കിരണടി. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം മെച്ചമാ, കണ്ണിന്റെ വെള്ളമൊലിക്കലും ഖൈറുള്ളതാ, മൂക്കിന്റെ ദ്വാരം തീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുള്ളത്. നല്ല അടയാളല്ലേ ഇത് കാണുമ്പോ നമ്മൾ കണ്ണൊക്കെ നിറയും. ഈ ആളുകൾക്കം വന്ന ഒരു ഹൂറിയെ കാണുമ്പോഴേ കണ്ണീറനണിയുന്നു. പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഹൂറിയെ കണ്ടാൽ സ്ഥാപിച്ച ഹൂറിയുടെ കാര്യം പറഞ്ഞപ്പോഴേ വെള്ളം കുടിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ കണ്ട അത്ര വെള്ളം കുടിക്കണം അല്ലേ? യാ അല്ലാഹ്, നമുക്ക് കാണാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ ആമീൻ. നമുക്ക് കാണാനുള്ള തൗഫീഖ് തരട്ടെ. അത് കണ്ട് മരിക്കണം. അത് കണ്ട് ശീഘ്ര സ്ഖലനം ഉണ്ടാവുന്നൊക്കെയാണ് കിതാബിൽ കാണുന്നത്. അങ്ങനെയാണ് അത് പറഞ്ഞാൽ അത് അങ്ങനെ. നമ്മളിപ്പോ കാസർഗോഡിലൊരു പെണ്ണിനെ കാണുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. അപ്പൊ പിന്നെ ഒറിജിനൽ കണ്ട എന്തായിരിക്കും? എത്ര ലൈക്ക് അടിക്കും? ഇതിന് നമ്മൾ എത്ര ലൈക്ക് അടിക്കും? അപ്പൊ അതിനെന്തെങ്കിലും ചെറിയ കാര്യമല്ല. മുത്തുകളെ പോലെയാണ് സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ ചെറിയ കാര്യമല്ല. ഇതൊക്കെ ഖുർആനിനകത്ത് അല്ലാഹു തആല നമ്മളോട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, ഓൺലൈൻ ആയതുകൊണ്ട്. ഇപ്പൊ അറിയാമല്ലോ ഓൺലൈനിൽ പറഞ്ഞാൽ എന്താന്നുള്ളത്. അതുകൊണ്ട് ഓൺലൈൻ ആയതുകൊണ്ട് ഹൂറികളെ മാറ്റി വെച്ചിരിക്കുക. ഓൺലൈൻ ഇല്ലാതെ ഹൂറികളെ കുറിച്ച്, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ കുറിച്ച് വിഷയം പറഞ്ഞുതരാം. ഓൺലൈൻ പാടില്ല. നമുക്ക് തന്നെ അവിടെ പോയിട്ട് സംഖ്യകൾ പറയുന്നത്, അവര് പറയുന്നത്, ഇവര് പറയുന്നത് മറുപടി പറയണം. നമ്മളെ കൊണ്ട് കഴിയില്ല. എന്താ തസ്ലീമ, നീ എന്നും വയനാട് ഹൂറിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, കൊടകിൽ ഒരുപാടില്ലേ? ആ ഹൂറി അല്ല ഇത് ഒറിജിനൽ ഹൂറിയാണ്. ഇതിനെ കുറിച്ച് കേൾക്കണം, പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. സൂറത്തുർ റഹ്മാൻ എടുത്താൽ മതി, സൂറത്തുൽ വാഖിയ എടുത്താൽ മതി, അടിപൊളിയായിട്ട് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഓൺലൈനിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഹൂറികളെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ പെണ്ണുങ്ങളുടെ നെഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഹാലളക്കാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഖുർആൻ പറഞ്ഞ വാക്കല്ല, ഖുർആൻ പറഞ്ഞ വാക്കല്ല. ഖുർആൻ പറഞ്ഞ മദ്യത്തെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്. ഖുർആൻ പറഞ്ഞ വാക്കാ, ഞാൻ എന്റെ വാക്കാണോ? അബൂബക്കർ പറയുന്ന വാക്കാണോ? ഇന്നലിൽ മുത്തഖീന മഫാസാ ഹദായിഖ വഅഅനാബാ വകഅസൻ ദിഹാഖാ. എന്താ അർത്ഥം? നല്ല നല്ല തോട്ടമുണ്ട്, നല്ല നല്ല പൂന്തോപ്പുകളുണ്ട്, നല്ല നല്ല ഐറ്റം മദ്യം, അടിച്ച പൊട്ടുന്ന സാധനമുണ്ട്, പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം. ഇതല്ല പറഞ്ഞ വാക്കല്ലേ, എന്റെ വാക്കല്ലല്ലോ. നമ്മളിവിടെ അടിക്കുന്ന കാലാപ്പാനിയും ആനമൈക്കും കണ്ട്രാവിയൊന്നും അല്ല അത് സംഭവം. ഇതടിച്ചാൽ അവിടെ പോയി കിടക്കും. ഓൻ ചത്ത അവന്റെ മുകളിൽ ടിപ്പർ കയറിയാൽ പോലും ഓനറിയില്ല സംഭവം. لا يسمعون فيها لغوا ولا كذابا. അവിടുത്തെ മദ്യം കുടിച്ചാലുണ്ടല്ലോ അനാവശ്യമായ ഒരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വരില്ല, ഒരു കളവും വരില്ല, ഒരു മോശവും വരില്ല. അതാണ് സ്വർഗത്തിലത്തെ മദ്യം. ഇത് അല്ലാഹ് നമുക്ക് തരുന്നതാണ്. അത് അല്ലാഹ് നമ്മളെ കുടിപ്പിക്കുമാറാകട്ടെ. അതാണ് വേണ്ടത്. ഇവിടെ പന്നിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ നീരെടുത്തിട്ടുണ്ടാക്കിയ സാധനമാണ്. അതാണ് ഇങ്ങനെ പെരിച്ചാഴിയുടെ കൂട്ടി ഇങ്ങനെ അടിച്ചിട്ട് അവന്റെ ഹാല് തന്നെ മാറിപ്പോകും. അത് നമുക്ക് വേണ്ട. അത് ഒഴിവാക്കിയാൽ നല്ലതല്ല തരും. ഇത് ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. ഖുർആനിനെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അമുസ്ലിമീങ്ങൾ ഖുർആനിനെ വിശ്വസിക്കാത്തവരാണ്. അവർ പരിഹസിക്കും, അവർ കളിയാക്കും. അവർ പരിഹസിച്ചു കൊള്ളട്ടെ, കളിയാക്കി കൊള്ളട്ടെ. ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യൽഹഖൂൻ അലൽ ينظرون هل ثوب الكفار ما كانوا يفعلون إن الذين
അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യൽഹഖൂൻ. എന്ന സത്യവിശ്വാസികളെ നോക്കിയിട്ട് അവിശ്വാസികൾ കളിയാക്കും, പരിഹസിക്കും കേട്ടോ. ഹൂറുകളെ കുറിച്ച് പറഞ്ഞാൽ, നിതംബമുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാഹ് നീ പറഞ്ഞ വാക്കാ, ഖുർആനിന്റെ വാക്കാണ്, നിന്റെ കലാമാണ്. അതിനെ പരിഹസിക്കാൻ ഇന്ന് ആളുകൾ ഉണ്ടാകും. പരിഹസിച്ചോ, പരിഹസിച്ചോ. നാളെ ഒരു ദിവസം വരും, അവിടെ വെച്ച് ഞങ്ങളെ നിങ്ങളെ നോക്കി പരിഹസിക്കുമെന്ന് ഖുർആൻ. ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യൽഹഖൂൻ. അന്ന് ഈ ഖുർആനിനെ ആക്ഷേപിച്ചവരാരാണ്? അന്ന് ഈ ഹൂറികളെ കുറിച്ച് പറഞ്ഞപ്പോ അധിക്ഷേപിച്ചവരാരാണ്? അന്ന് ഈ ഖുർആനിന്റെ വാക്കുകളെ, വചസ്സുകളെ, വചനങ്ങളെ ആക്ഷേപിച്ചവരാരാ? അവരെ നാളെ നരകത്തിൽ കൊണ്ടുവരുമ്പോ അവർ അനുഭവിക്കുന്ന ശിക്ഷകൾ കണ്ടിട്ട് അന്ന് സത്യവിശ്വാസികൾ അവരെ നോക്കി പുച്ഛിക്കുമത്രേ, പരിഹസിക്കുമത്രേ. ഇന്ന് നമ്മളെ കളിയാക്കുന്നവൻ നാളെ കളിയാക്കപ്പെടും. അതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. നാളെ കളിയാക്കപ്പെടും. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. സൂറത്ത് റഹ്മാൻ എടുത്താൽ മതിയല്ലോ, 10 ദിവസം വാള് പറയാം. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സൂറത്ത് റഹ്മാൻ എന്തിനാ ഇതൊക്കെ നമുക്ക് അയച്ചു തന്നത്? ഈ ഖുർആൻ ആയത്ത്. കല്യാണം നടക്കാത്ത പെണ്ണുങ്ങൾ, ആ സൂറത്തു റഹ്മാനിന്റെ പേര് തന്നെ അറൂസ്, അറൂസ എന്നാണ്. അറൂസ്, അറൂസ, പുതിയാപ്പള, പുതിയാപ്പള, പുതിയ പെണ്ണ്, പുതിയാപ്പള. അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്. അപ്പം പുതിയ പെണ്ണും പുതിയാപ്പള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ പുതിയാപ്പളയ്ക്കും പുതിയ പെണ്ണിനും വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഒരുക്കിയൊക്കെ വെക്കുന്നത്. എത്രയാ പൈസ ആ ബെഡ്റൂം ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന, ആ ഡള്ളപ്പും മെത്തലൊക്കെ വാങ്ങിയിട്ട് സ്പ്രിങ്, കട്ടില്, എന്തൊക്കെ സിസ്റ്റമാറ്റിക് ഉണ്ടാക്കി വെക്കുന്നത് പുതിയാപ്പിളയും പുതിയ പെണ്ണിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടല്ലേ ആ പുതിയാപ്പിളയ്ക്ക് കിട്ടുന്ന ഉറക്കം പോലെ ലോകത്ത് മറ്റൊരാൾക്ക് ഉറക്കമില്ല. ആദ്യത്തെ രാത്രി ആ രണ്ടുപേർക്ക് കിട്ടുന്ന ഉറക്കം പോലെ ലോകത്ത് മറ്റൊരാൾക്കും കിട്ടൂല. ഏറ്റവും നല്ല സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയ ഉറക്കം അതാണ്. അതുകൊണ്ടാണ് അതിനെ ഇസ്ലാം ഉപമിച്ചത്. ഖബറിൽ ഒരാൾ നല്ല മനുഷ്യനാണെങ്കിൽ അവന്റെ ഉറക്കം പുതിയാപ്പിളയും പുതിയ പെണ്ണ് ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങിക്കോ. അള്ളാഹു കൂട്ടത്തെ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതാണ് ആദ്യത്തെ ദിവസം ഫസ്റ്റ് നൈറ്റ് ഖബറിലേക്ക് പോകുമ്പോൾ ചോദ്യം ചോദിച്ചു, നമ്മളോട് ചോദിക്കപ്പെട്ടു. നമ്മളതിന് മറുപടി കൊടുത്താൽ നമുക്ക് കിട്ടുന്ന വാക്ക് എന്താണ്? പുതുമണവാളൻ പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോളി. അങ്ങനെ ഒരു ചാൻസ് കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വാലിഹീങ്ങളുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം ഒരാൾ മരണപ്പെടുമ്പോൾ നല്ല മനുഷ്യനാണെങ്കിലുണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കുമ്പോ ഇയാളെ നെറ്റിയൊക്കെ കണ്ട് വേർക്കും, കണ്ണൊക്കെ ഇങ്ങനെ നിറയും, സന്തോഷം കൊണ്ട് നെറ്റിത്തടം വിയർക്കുന്നതേറ്റം മെച്ചമാ, കണ്ണിന്റെ വെള്ള മോലിക്കലും ഖൈറുള്ളതാ. സാലിഹ്യങ്ങളൊക്കെ മരിക്കുമ്പോൾ അടുത്ത് നിന്നിട്ട് അവർക്ക് കാണാമല്ലോ. സാലിഹ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? സാലിഹ്യങ്ങളുടെ മരണം കണ്ടിട്ടുണ്ടോ? പലരുടെയും കണ്ടിട്ടുണ്ട്. നല്ല മരണമാണ്. അത് മലക്കൾ ഇറങ്ങി വരുന്നത് അവർക്ക് കാണാം, നമുക്ക് കാണാൻ പറ്റൂല. അവരിറങ്ങി വന്നിട്ട് പറയും വിഷമിക്കണ്ട, വിഷമിക്കണ്ട, മൂക്കിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണ് അതുള്ളത്. നല്ല ലക്ഷണത്തിന്റെ അടയാളമാണ്. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ അന്ത്യം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നല്ല നിലയിൽ മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഉള്ളവർക്കാണ് ഖബറിൽ സന്തോഷം. അങ്ങനെ മരിക്കണം. അതാണ് മലക്കുകൾ വന്നിട്ട് പറയുന്നത്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. സന്തോഷ സ്വർഗ്ഗത്തെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു, സ്വർഗ്ഗത്തെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു.
നിങ്ങളോട് വാഗ്ദാ ചെയ്യപ്പെട്ട സ്വർഗം അതിതാ കണ്ടോ ട്ടോ, അതിതാണ് കേട്ടോ. ധൈര്യമായിട്ട് പോയിക്കോ. അല്ലാഹ് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ കൂട്ടുകാരാണ് കേട്ടോ. ദുനിയാവിലും ആഖിറത്തിലും കൂട്ടുകാരാണെന്ന് പറഞ്ഞാല് നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ചാലും നമ്മളെ സഹായിക്കാൻ ഈ മലക്കൾ ഉണ്ടാകും എന്നാണ് അതിന്റെ ഒരു അർത്ഥം. മരണപ്പെട്ട് കഴിയുമ്പോ ഖബറിൽ കൊണ്ടുവെക്കുമ്പോ എല്ലാരും പോവും അല്ലേ? എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞ് ഖബറിൽ കൊണ്ടുവെക്കുമ്പോ പോകും. ഉറൂസ് കഴിഞ്ഞ് എല്ലാരും നിങ്ങൾ പോകുന്ന പോലെ, റമദാൻ കഴിഞ്ഞ് എല്ലാരും മടങ്ങിപ്പോയതുപോലെ, വഅദ് കഴിഞ്ഞ് എല്ലാരും പോയതുപോലെ ഖബറിൽ കൊണ്ടുവയ്ക്കുമ്പോ എല്ലാവരും മടങ്ങിപ്പോകും. ആരും കൂടെ ഉണ്ടാവൂല, ആരും അവിടെ വരികയില്ല. ഭയങ്കര കൂട്ടമായിരിക്കും, ഭയങ്കരമായ ആളുകളായിരിക്കും. മയ്യത്തിനെ അനുഗമിക്കുന്നവർ ധാരാളം ആളുകളാണ് മയ്യത്തിനെ അനുഗമിക്കുക. ആ മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവരുന്നത് വരെ ധാരാളം ആളുകൾ ഉണ്ടാകും. ആ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ഒറ്റയ്ക്ക് ആ ഖബറിന്റെ ഉള്ളിൽ നമ്മൾ മാത്രമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. വീട്ടിലെമെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. ഇലയിന്മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറപാടും ഖബർ ബഹു ജോറിലേ. മറപാടും ഖബർ ബഹു ജോറിലേ. ഒരു വണ്ടി മാറ്റി കൊടുക്കാൻ KL 14-6-04-04 വാഹനം ഒന്ന് ബ്ലോക്കായി കിടപ്പുണ്ടെന്ന് മാറ്റി കൊടുക്കണം. സൈഡിലോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ഇട്ടൂടെ. വാളണ്ടിയേഴ്സ് ഒക്കെ ഈ വണ്ടി പാർക്ക് ചെയ്യാൻ വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം. KL 14-04 ഒന്ന് മാറ്റി കൊടുക്കണേ. ഒരു കണക്കിന് ബ്ലോക്ക് നല്ലത്. ധൃതി പിടിച്ച് വീട്ടിൽ പരക്ക് പോകുന്ന പോകണം. അവിടെ നല്ല വാള് വെക്കാൻ അങ്ങോട്ട് കയറി എല്ലാരും അതുകൂടെ കേൾക്കണ്ടേ? കേൾക്കാതെ പിന്നെ വാള് വെക്കാതെ ഇടയ്ക്ക് പായുന്നു. അതുകൊണ്ട് കുറച്ച് ഇവിടെ ബ്ലോക്ക് മാറ്റാൻ വിളിക്കുന്നു. അപ്പൊ അത് ആരെങ്കിലും ഉണ്ടെന്ന് മാറ്റി കൊടുക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് ഹോസ്പിറ്റലിൽ അത്യാവശ്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകട്ടെ, ഇരിക്കുന്നവരുന്നോളി. ശ്രദ്ധിച്ചോ? ഖബർ ജീവിതം പറയണമെന്ന് പറഞ്ഞ ഒരാൾ കൊടുത്തു വിട്ട് കത്ത്. എല്ലാം വരും, എല്ലാം പറയും. എത്ര ഖബർ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പറയാന്നുള്ളതല്ല, കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ ആർക്ക് ഖബറെ കുറിച്ച് പറയുന്ന എനിക്കുണ്ടാവും. ഖബറിനെ കുറിച്ച് എന്താ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി എന്നത്. ആ ഖബറിനെ കുറിച്ച് ആര് ഓർക്കും? ഇതൊക്കെ പറയാനല്ലേ കഴിയുള്ളൂ. നമ്മളൊക്കെ പറയും, പ്രസംഗിക്കും നല്ലതുപോലെ. അതാണ് പറഞ്ഞത്. പാട്ടൊക്കെ പാടുമ്പോ ശ്രദ്ധിക്കണം. നമ്മൾ മ്യൂസിക്കിന്റെ മുന്നിൽ ഈ പാട്ടിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കില്ല. അർത്ഥം മനസ്സിലാക്കണം. എത്രയോ നല്ല നല്ല പാട്ടുകളുണ്ട് ഖബറുമായി ബന്ധപ്പെട്ട്, ആഖിറവുമായി ബന്ധപ്പെട്ട്. പക്ഷെ മ്യൂസിക്കിന്റെ അതിപ്രസരത്തില് ഇതിന്റെ അർത്ഥം നമ്മൾ മറന്നു പോകും. പരൻ വിധിച്ചുമ്മായിട്ട് കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ. ഖബറെന്ന ഭയങ്കര വീട്ടിലേ. മ്യൂസിക് ഇല്ലാതെ ഒന്ന് കേട്ടു നോക്ക്. ഷുജായിയായിട്ട് ഇവിടെ നടന്ന ആളാണ്. എന്താ അവന്റെ പോക്ക്! ആ ബെൻസിലൊക്കെ പോകുന്ന രംഗമൊക്കെ ഒന്ന് കണ്ടാൽ, 2 സിലിണ്ടറൊക്കെ വെച്ചിട്ട് ആ ബുള്ളറ്റൊക്കെ 4 സിലിണ്ടറിന്റെ കാറൊക്കെ ഓടിച്ച് MBD വന്നാൽ പോലും
പോലീസുകാർക്ക് ക്യാമറയിൽ പോലും കിട്ടൂല ഈ നമ്പർ. മലക്കുൽ മൗത്ത് പോലും ഇങ്ങനെ പോകൂല. ശുജായി, നാട്ടിലെ ഭയങ്കര ശുജായി ആയിരുന്നു ആള്. പിന്നെ പിറ്റേ ദിവസം വാർത്ത വരുന്നു, ആക്സിഡന്റ് ആയിട്ട് അവിടെ സൈഡിൽ കിടപ്പുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല ശുജായി, നാട്ടിൽ ആരായിരുന്നു, എന്ത് പവറായിരുന്നു. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ. പടച്ചവനെ കറണ്ട് പോയാല് അല്ലാഹ് ഉറങ്ങാൻ പറ്റൂല. പടച്ചവനെ ഫാനില്ല, ഉറങ്ങാൻ പറ്റൂല. ഈ കൊടുംചൂട് നമുക്കറിയാലോ. AC മാത്രമല്ല റബ്ബേ, അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ലാത്ത ഒരവസ്ഥ. നമസ്കരിക്കാൻ പോലും പള്ളികളിൽ AC തിരക്കി പോകുന്ന കാലമാണ്. AC ഉള്ള പള്ളികളിലാണ് നമസ്കരിക്കാൻ വേണ്ടി ജനങ്ങൾ ഒഴുകുന്നത്. എന്തേ കാരണം? നമസ്കരിക്കാൻ കഴിയുന്നില്ല, ചൂട്. പുല്ലുകൾ പോലും ഉണങ്ങിപ്പോവുകയാണ്, മൃഗങ്ങൾ പോലും ചത്തുപോവുകയാണ്. പടച്ച റബ്ബേ, വല്ലാത്ത പരീക്ഷണമാണ്. നബിയെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഈ ചൂടല്ല വലുത് കേട്ടോ. നരകത്തിലെ ചൂട് ഇതിനേക്കാൾ 70 മടങ്ങ് കൂടുതലാണ് കേട്ടോ. അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ നരകത്തിന്റെ ചൂട് കടുപ്പമേറിയതാണ്, കഠിനമുള്ളതാണ്. പക്ഷെ അതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, ഓർക്കുന്നില്ല. ഈ ചെറിയ ചൂട് കൊണ്ടാണ് ഈ ഒരിക്കലും നരകം അല്ലാഹുവിനോട് വന്ന് അപേക്ഷിക്കുകയാണ്, ആവലാതിപ്പെടുകയാണ്. ഫഖാലത്ത്, ആ നരകം വിളിച്ചു പറയുന്നു, യാ റബ്ബി, പടച്ചവനേ, അകല ബഅദീ ബഅദാ, എന്റെ ചില ഭാഗങ്ങൾ ചിലത് തിന്നു തീർക്കുകയാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ നരകം പോലും അല്ലാഹുവിനോട് ഖേദിക്കുകയാണ്. നരകം പോലും അല്ലാഹുവിനോട് ആവലാതിപ്പെടുകയാണ്. നരകം പോലും അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ്, എന്റെ ചില ഭാഗങ്ങൾ ഈ നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ തകർന്ന് നശിച്ചു പോവുകയാണ്. അതിനൊരു പരിഹാരം നീ കാണണേ റബ്ബേ എന്ന് നരകം അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു ഇതാ നരകത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, 2 പ്രാവശ്യം നീ നിശ്വസിക്കണം നരകമേ. 2 പ്രാവശ്യം നീ നിശ്വസിക്കണേ. വനഫസും ഫിശ്ശിതാ വനഫസും ഫിസ്സൈഫ് فأشد ما تجدون من الزمهرير فأشد ما تجدون من الشتاء. നിങ്ങൾ ഈ അനുഭവിക്കുന്ന കൊടും ചൂടുണ്ടല്ലോ, ഈ ചൂട് നരകത്തിന്റെ ഒരു നിശ്വാസമാണ്, നരകത്തിന്റെ ഒരു ശ്വാസമാണെന്ന് ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി. എന്നാൽ കൊടും തണുപ്പ് വന്നാൽ അതും നമ്മളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റൂല. AC ഇട്ട് കൊടും ചൂടിൽ കിടക്കട്ടെ, 18 16 നിന്നെ കൊണ്ട് എത്ര മണിക്കൂർ കിടക്കാൻ കഴിയും? ICUവിൽ എത്ര മണിക്കൂർ കിടക്കാൻ കഴിയും? ആ കൊടും തണുപ്പാകുമ്പോ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ആകുമ്പോ ബ്ലാങ്കറ്റ് ഇട്ട് മൂടി പുതച്ച് കിടക്കുകയല്ലേ. കാരണം തണുപ്പിനെ അതിജയിക്കാൻ നമ്മളെ കൊണ്ടാവൂല. കൊടും തണുപ്പാണ്. ആ തണുപ്പ് എവിടെ നിന്ന് വന്നതാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. നീ അനുഭവിക്കുന്ന ആ കൊടും തണുപ്പുണ്ടല്ലോ, അത് നരകത്തിന്റെ തണുപ്പാണെന്ന് ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി. അതുകൊണ്ട് നബിയെ പറയണേ, നരകത്തിന്റെ ചൂട് ഈ കാണുന്ന ചൂടിനേക്കാൾ 69 ഇരട്ടി അധികമാ. വഫുള്ളിലത അലൈഹിന്ന 99 ജുസ്ആ. നരകത്തിന്റെ തീയുണ്ടല്ലോ 69 ഇരട്ടി അധികരിപ്പിച്ചിട്ടാണ് കത്തിക്കപ്പെടുക. അല്ലാഹുവിന്റെ റസൂലിനോട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളത് പറയുമ്പോ സഹാബാക്കൾ ആ മജ്‌ലിസിൽ ഇരിക്കുകയാണ്. ആ മജ്‌ലിസിൽ ഇരുന്ന സഹാബാക്കൾ പറയുകയാ, ഇന്നഹാ ലകാഫിയ യാ റസൂലല്ലാഹ്, നബിയേ
നമ്മളിന്ന് കത്തിക്കപ്പെടുന്ന 100 ഡിഗ്രി സെൽഷ്യസിലെ ചൂട് തന്നെ നമുക്ക് അധികപ്പറ്റാണ് നബിയെ. അത് തന്നെ നമുക്ക് താങ്ങാൻ കഴിയൂലല്ലോ നബിയെ എന്ന് സഹാബാക്കളെ നബി തങ്ങളോട് മറുപടി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ലൗ അന്നാ അഹ്ലൻ നാരി അസാബൂ നാറകും ഹാദിഹി ലനാമൂ ഫീഹാ. ഇന്ന് ഈ നരകത്തിൽ കിടക്കുന്നവർ ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന നരകത്തിന്റെ, നിങ്ങൾ കത്തിക്കുന്ന തീയുടെ ആ 100 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ കത്തിക്കുന്ന തീയെങ്ങാനും നരകാവകാശികൾക്ക് നാളെ ലഭിച്ചാൽ ലനാമോ ഫീഹാ, ആ നരകത്തിന്റെ തീയിൽ കിടന്ന് അവരുറങ്ങും സ്വഹാബാ, അവരുറങ്ങും സ്വഹാബത്തെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ഈ നാട്ടിൽ കത്തിക്കുന്ന ഈ തീ, ഈ ചൂടുവെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് വേണം. ഒരു ചായ ഉണ്ടാക്കാൻ വെള്ളം തിളയ്ക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് വേണം. ആ 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് നമുക്ക് നാളെ നരകത്തിൽ കിട്ടിയാൽ നരകാവകാശികൾ അതിൽ കിടന്ന് ഉറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. അതിനാണ് ഈ ചൂടടിക്കുന്ന സമയത്ത് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും കൊടും ചൂട് സഹിച്ചിട്ട് പള്ളിയിലേക്ക് പോകുമ്പോ ആരെങ്കിലും ഈ ചൂടത്ത് പള്ളിയിൽ പോകുന്ന സമയത്ത് അവൻ പറയണം, പടച്ചവനെ എന്തൊരു കടുപ്പമേറിയ ചൂടാണിത് എന്ന് പറഞ്ഞിട്ട് അജ്ർനി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ ഈ വെയിലിൽ പോകുമ്പോ എന്താ ചൂട്, ചൂട്, എന്തപ്പം മോനെ ചൂട്, മാർക്കറ്റിൽ പോകാൻ കഴിയുന്നില്ല, ബൈക്കിൽ പോകാൻ കഴിയുന്നില്ല, എന്താ ചൂട്. അങ്ങനല്ല പറയേണ്ടത്. അല്ലാ ഇതെന്ത് ചൂട്, നാളെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാ, അങ്ങനെ പറയണം. ആ കൊടുംചൂടിന്റെ സമയത്ത് അങ്ങനെ ഒരാൾ ബൈക്ക് ഓടിക്കുമ്പോ പറഞ്ഞാൽ അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ പറയണം ഒരാള്. മാർക്കറ്റിൽ പോകുമ്പോ, യാത്ര ചെയ്യുമ്പോ, യാ അല്ലാഹ് എന്താ ചൂട് പടച്ചവനെ, അപ്പൊ നരകത്തിലെ ചൂട് എന്തായിരിക്കും, നീ എന്നെ രക്ഷിക്കണേ അല്ലാഹ്. ഈ ചൂട് തീരുന്നതിന് മുമ്പ് നമ്മുടെ ദുആയെങ്ങാനും അല്ലാഹു സ്വീകരിച്ചാൽ തീർച്ചയായും നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറയുന്നത്, സുബഹി നമസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ തേടണേ. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. 3 പ്രാവശ്യം സുബഹി കഴിഞ്ഞും 3 പ്രാവശ്യം മഗ്രിബ് കഴിഞ്ഞും ആര് ചോദിക്കുന്നുവോ അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല. നബിയുനാ റസൂലുള്ളാഹി. ഈ ചൂടത്തെ അതാണ് നമ്മൾ ചെയ്യേണ്ട ദുആ. നരകത്തിലത്തെ ചൂട് ഇതൊന്നുമല്ല, ഇതിനെക്കാളും 69 ഇരട്ടി കൂടുതലാണ്. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റൂല. അതിന്റെ പരിസരത്ത് പോലും പോകാൻ കഴിയില്ല. അതാണ് അവസാനമായിട്ട് റമളാനിന്റെ അവസാന 10 അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഔദാര്യം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും സദഖ ചെയ്തിട്ട് നരകത്തിൽ നിന്ന് കാവൽ തേടണം. നമ്മളിപ്പോ ഒരു 100 രൂപ ബക്കറ്റിൽ ഇടുമ്പോ നിങ്ങൾ നിയന്ത്രണം ചെയ്യണം, അല്ലാഹ് നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ഒരാൾക്ക് നമ്മളൊരു സദഖ ചെയ്യുമ്പോ അല്ലാഹ് നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ഒരാളോട് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം അവർക്ക് കൊടുക്കുമ്പോ അല്ലാഹ് നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്, ആ ദുആ നിങ്ങൾ ചെയ്യണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. 3 സ്വലാത്തിൽ നമുക്കൊരു ദുആനൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളുടെ അഹ്ലുകാരെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്.
ഈ ചൂട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല പടച്ച റബ്ബേ. ഈ കഠിനമായ ചൂട് 40 ഡിഗ്രി 42 ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ഈ ചൂട് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല റബ്ബേ. അല്ലാഹ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ പരിശുദ്ധമായ ഖുർആനിന്റെ ഹദീസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ ഇരിക്കുന്ന ഒരാളെയും ഈ വഅദ് കേൾക്കുന്ന ഒരാളെയും ഈ സദസ്സിൽ വന്ന ഒരാളെയും നരകത്തിന്റെ അഗ്നിക്ക് ഇരയാക്കല്ലേ അല്ലാഹ്. നരകത്തിന്റെ മേൽ ഹറാമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തെ അല്ലാഹുമ്മ ഹർരിം ശഅറനാ വബശറനാ അലന്നാർ. ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ രോമകൂപങ്ങളെയും നരകത്തിന്റെ മേൽ നീ ഹറാമാക്കണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അപ്പൊ ഖബർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖബറിനെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കണം, കരയണം. ബക്കറ്റുണ്ടോ? പ്രസിഡന്റ് ബക്കറ്റ് എടുത്തോളി, ബക്കറ്റ് എടുത്തോളി. നല്ല നീയത്തിൽ പോലെ അടുത്ത പരിപാടി പ്രസംഗമുണ്ട്. 11 മണി വരെ പ്രസംഗിക്കും ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് ആരെ കൊണ്ട്? നിങ്ങളാണ് എടുക്കുക. നിങ്ങളാണ് എടുക്കുന്നത്, നിങ്ങൾ തന്നെ. ചെയർമാൻ ബക്കറ്റുമായിട്ട് വരുന്നു. അതാദ്യമായിട്ടാണ് ചെയർമാൻ, ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ ബക്കറ്റുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അതിൽ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ സഹോദരിമാർക്ക് പോയിട്ടുണ്ടോ? നല്ല നീയത്ത്, ഇതാണ് നീയത്ത്. എല്ലാവരും ഒന്നും കുറയ്ക്കില്ലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന നീയത്തോടു കൂടി. അപ്പൊ ഖബറിനകത്ത് നമ്മൾ പോകുമ്പോ എന്തുണ്ട്? റിമോട്ട് ഇല്ല, മാഫി റിമോട്ട്, മാഫി മുക്കൈഫ്, മാഫി മർവഹ, മാഫി അയ്യി ഷൈ. എന്താ ചെയർമാൻ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തു. എല്ലാവരുടെ അല്ലാഹുവേ ഈ സദഖയുടെ ബർക്കത്തോടെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. എല്ലാവരെയും ചെയർമാൻ എന്തോ പറയുന്ന എമൗണ്ട് സദഖ ചെയ്യാൻ വേണ്ടിയല്ല. എല്ലാവരും ഒരു നിയത്ത് ചെയ്യാൻ വേണ്ടി പറയുന്ന 2000-ഓ 1000-ഓ പ്രസംഗം തീർത്തിട്ടില്ല, പ്രസംഗിക്കും. ഈ ബക്കറ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഒരു ചെറിയ സ്വതക്ക. നരകത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, ഖബറിലേക്ക് കയറാൻ പോവാണ്. ഇന്നത്തെ ഖബറിന്റെ കാര്യം ഖബർ എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട്. ഖബറും കൂടെ ഉൾപ്പെടുത്തണം. ഞാൻ പറയാൻ പോലെ കേട്ട് രസിക്കാവുന്നുള്ള അല്ലാതെ ഇതിനെ കുറിച്ചൊരു പേടി ഉണ്ടാവുമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ വിഷയം. എല്ലാവരും നമ്മൾ നല്ല മൊഞ്ചിലൊക്കെ ആയിരിക്കും. ഖബറിനെ കുറിച്ചൊക്കെ കേൾക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കേട്ടിട്ടൊന്നും കാര്യമില്ല. അറിയണം, ഖബറിനെ കുറിച്ച് ഓർത്ത് കരയണം. അതുകൊണ്ടല്ലേ നല്ല വലിയ ശുജാഇയായിട്ട് കഴിഞ്ഞു കൊടുക്കും. ഏത് വലിയ ശുജാഇയെയും കൊണ്ടുപോകും. ഒന്നുമില്ല, ആരുമില്ല, പടച്ചവനെ അവനെല്ലാവരും കൂടെ ചേർന്ന് ആ സന്തൂക്കിൽ കയറ്റിയിട്ട് അവനെ ഇങ്ങനെ കൊണ്ടുപോകും ഖബറിലേക്ക്. ആരുണ്ട് ഖബറിലേക്ക്? അവിടെ യുഗങ്ങളോളം കിടക്കണം. ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരീ ഖബർ ഹേ, റസ്താ ജോ ചൽ രഹാ ഹേ, ദോ ദിൻ കാ യേ സഫർ ഹേ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തഴവ അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ പറഞ്ഞത് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. പാട്ട് കേട്ടാൽ മാത്രം പോരാ, പാട്ടിന്റെ അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കുറച്ചൊരു പറഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ? ഇവർക്കൊരു പേടി, എല്ലാരും പായുവോന്ന് പേടി. അത് കഴിഞ്ഞിട്ട് കീഞ്ഞാല് പിന്നെ ഒന്നും കിട്ടൂലല്ലോ അല്ലേ. നമ്മുടെ എമിഗ്രേഷൻ വന്നില്ലേ? എമിഗ്രേഷൻ ഇവിടെ പോയി. എമിഗ്രേഷൻ ഇവിടെ ഇരുന്നാലല്ലേ നമുക്ക് അടുത്ത വിസ അടിക്കാൻ പറ്റുള്ളൂ. എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാരെല്ലാവരും ഒരു പേപ്പർ അവിടെ ഏൽപ്പിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരിമാർ ഒരു 1000-2000 നിയത്ത് വെച്ച് ഇവിടെ കൊണ്ടുതരാൻ ഞാനത് വായിക്കും. നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും. ആ മരണപ്പെട്ട് നമ്മളെ ഖബറിലേക്ക് എത്തുമ്പോൾ ഒരു സ്വതക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, നീ ഒരു കാരക്ക കൊടുക്കാനല്ല പറഞ്ഞത്, ഒരു കീറെങ്കിലും നീ കൊടുത്തിട്ട് നരകത്തെ സൂക്ഷിക്കും മോളെ ഫാത്തിമ.
നമ്മുടെ എമിഗ്രേഷൻ എന്താ വരുന്നുണ്ട്. എവിടെ നിങ്ങളെ കണ്ടില്ല, നിങ്ങളെ ഇവിടെ ഒരു സീറ്റ് ഒന്നല്ലേ, ഒരു ഗോൾഡൻ വിസ വേണം അത്രയും വേഗം. ഇവിടെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വിട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആരാഴ്ച പോയ ആളാരാ? ഇമിഗ്രേഷനെ കൊണ്ട് നമുക്ക് തുടങ്ങണം പൈസ. നമ്മളെ സഹോദരിമാര് കേട്ടോ ഒന്ന് കൊടുത്തുവിട്, എഴുതിക്കൊണ്ട് വരണം. ബിസ്മില്ലാ. നല്ല നല്ല പാങ്ങൽ ദ്വാരം, നല്ല റാഹത്തായിട്ട് മജ്ലിസിൽ നല്ലൊരു ദ്വാ ചെയ്യും, നല്ല പാങ്ങൽ ദ്വാരം. എഴുതിക്കൊണ്ട് ഇവിടെ വരുന്നവർക്ക് കാര്യമായ ദ്വായാണ്. അവിടെ പെണ്ണുങ്ങടുത്ത് നല്ല ഭർത്താക്കന്മാര് മരിച്ചുപോയി, വാപ്പമ്മ ഉമ്മമാർ, അവർക്കെല്ലാം വേണ്ട നമ്മൾ ദ്വാരം കിട്ടുന്ന ഒരു അവസരമാണ്. നിങ്ങളാൽ കഴിയുന്നത് ഞാൻ പറഞ്ഞ വലൂബ് ശക്തി തമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം വേണ്ട മോളെ. ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ യാ ഫാത്തിമ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോള് ഫാത്തിമയെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ ഖുറൈശികളെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ ഖബായിലുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ, നാളെ നിങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊള്ളണേ. അൽഹംദുലില്ലാഹ്, ഈ നിറഞ്ഞു നിൽക്കുന്ന മജ്ലിസിൽ നിന്ന് ഒരാള് പടച്ചവനെ നിയത്ത് ചെയ്യണം, അല്ലാഹ് 1000 ഞാൻ കൊടുക്കുന്നു, 2000 കൊടുക്കുന്നു, നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ് എന്ന നല്ല നിയത്തോടെ നിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് നീ കൊടുക്കുമ്പോ ഇൻഷാ അല്ലാഹ് ആ ഒരു സ്വദഖയാണ് അല്ലാഹു നോക്കുന്നത്. 1 രൂപയാകട്ടെ 1 ലക്ഷമാകട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ല. നിന്റെ ഖൽബിൽ നിന്ന് നീ കൊടുക്കുന്ന ആ ഒരു സദഖയുണ്ടല്ലോ, അതിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുപക്ഷേ അല്ലാഹു നിനക്ക് നാളെ നരകത്തിൽ നിന്നും രക്ഷ നൽകിയേക്കാം. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വെച്ച് സദഖ നൽകുന്നവരെയും അതിന് സാക്ഷ്യം വഹിക്കുന്നവരെയും നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണേ അല്ലാഹ്, നീ മോചിപ്പിക്കണേ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്തോളി. ആണുങ്ങൾക്ക് നമുക്ക് ചോദിക്കാം, പെണ്ണുങ്ങളുടെ വരട്ടെ കേട്ടോ, പെണ്ണുങ്ങളുടെ വരട്ടെ, നമുക്ക് ആണുങ്ങൾക്ക് ചോദിക്കാം. 5 മിനിറ്റ് പ്രസംഗിച്ചോട്ടെ. ഖബറിനെ കുറിച്ച് പറയല്ലേ, ഖബറിനെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞല്ലേ, ഖബറിനെ കുറിച്ച് ഇനി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ കുറഞ്ഞു പോയാലോ. എല്ലാം വരും, നമ്മുടെ വിഷയത്തിലെല്ലാം വരും, എല്ലാം വരും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കേൾക്കാൻ ആഗ്രഹിച്ച പോരാ, അമൽ ചെയ്യാൻ ആഗ്രഹം. ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യം ഓർക്കണം ഖബറിനെ കുറിച്ച്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മൾ ഖബറിനെ കുറിച്ച് ഓർക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ഒക്കെ അണയ്ക്കുമ്പോൾ ജസ്റ്റ് കണ്ണൊന്നീർന്നണിയണം. അപ്പൊ ഈ പാട്ട് ഓർത്താൽ മതി. പരൻ വിധിച്ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലേ. കഥയെന്തെന്നറിവുണ്ടോ, നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ, ഖബറെന്ന ഭയങ്കര വീട്ടിലേ. നാളെ അറിയുണ്ടോ, കഥ വല്ല അറിയോ? നാളെ എന്താ കിടക്കാൻ പോകുന്നത്, ഖബർ എന്താ അറിയോ? ആർക്കെങ്കിലും വല്ല അറിവുണ്ടോ? വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. വീട്ടിലെ മണിയറയായിരുന്നു, പടച്ചവനെ AC ആയിരുന്നു. ഇവിടെ നിന്ന് പുരയിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ വിളിച്ചു പറയും, സജി ആ AC ഒന്ന് നീ ഒന്ന് ഓണാക്കിയിട്. ഇവിടുന്ന് വിളിച്ചു പറയും. കയറുന്ന ഉടനെ തന്നെ നല്ല കൂളായിട്ടാണ് കയറുക. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് എന്നാണ് പറയുക. നല്ല ആ മെത്തയിലൊന്ന് മലർന്ന് കിടന്നാല് പടച്ചവനെ ളുഹർ നിസ്കരിച്ചിട്ടില്ല, പിന്നീട് നിസ്കരിക്കാം. ആ സുഖത്തിൽ അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങി ളുഹർ ഖളായി പോകും. ഒരു പക്ഷേ അത് അവന്റെ അവസാനത്തെ ഉറക്കമായിരിക്കാം. പടച്ചവൻ കാക്കട്ടെ. ഭാര്യ വന്ന് വിളിക്കുമ്പോ ചലനമറ്റ് കിടക്കുന്ന ശരീരമാണ് കാണാൻ കഴിയുന്നത്. അല്ലാഹുവേ, ഓർക്കണം അപ്പോൾ ഈ പാട്ട്. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. അല്ലാഹ്, അവിടെ കൂളറില്ല, AC ഇല്ല, ഇൻവെർട്ടർ ഇല്ല, മെത്തയില്ല, ഒരു ബെഡ്ഷീറ്റ് പോലും ഇല്ല. പടച്ചവനെ, എന്നെ പൊതിഞ്ഞ ഏത് തുണിയാണോ ആ തുണി കൊണ്ട് മാത്രമാണ് എന്നെ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. അല്ലാഹ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ
മേലെ വരുന്നത് കല്ലാണ്. പടച്ച റബ്ബേ, എത്ര വലിയ സിമന്റും കോൺക്രീറ്റുമാണ് നമ്മുടെ വീടിന്റെ സമുച്ചയം, നമ്മുടെ വീടിന്റെ മട്ടുപ്പാവ്. പക്ഷേ ഖബറോ അതിന്റെ മുകൾ ഭാഗം അലങ്കരിക്കുന്നത് കല്ലുകൊണ്ടാണ്, മണ്ണുകൊണ്ടാണ്. കല്ലും മണ്ണും കൂട്ടി കൂമ്പാരമായി കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ കിടക്കുന്നതെങ്കിൽ ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. പിന്നീട് കുറച്ച് വെള്ളമെടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് കുഴച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വല്ല ദ്വാരമുണ്ടെങ്കിൽ എല്ലാം ഒന്ന് അടച്ചിട്ട് 2 ഇലയും അവിടെ കുത്തിവെക്കുമ്പോ ഇലയിന്മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറപാടും ഖബർ ബഹു ജോറിലേ, മറപാടും ഖബർ ബഹു ജോറിലേ. മയ്യത്തെടുക്കുമ്പോ വീട്ടിൽ ഒരു വല്ലാത്ത ഒരു നിലവിളി. മയ്യത്തെടുക്കുന്ന സമയത്ത് വല്ലാത്ത ഒരു നിലവിളി. പെണ്ണുങ്ങളെല്ലാവരും കൂട്ടക്കരച്ചിൽ, ഒരു കൂട്ടക്കരച്ചിൽ. വല്ലാത്ത ഒരു രംഗമായിരിക്കില്ലേ? ആ മയ്യത്ത് സന്തൂക്കിലേക്ക് മയ്യത്തെടുത്ത് വെച്ച് അകന്നിങ്ങനെ കൊണ്ടുപോകുമ്പോ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കളൊക്കെ, പള്ളിയിൽ വരാൻ പറ്റാത്ത പെൺകുട്ടികളെ ആ ജനലിന്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിറ കണ്ണുകളോടുകൂടി ഒരു വല്ലാത്ത ഒരു കരച്ചിലുണ്ട്, ഒരു രംഗം. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിലെ തനിയിലാരെന്ന്, ഉലകത്തിലെ തനി ഇനിയാരെന്ന്. എനിക്കറിയില്ല, എന്റെ ഇച്ഛ അതാ പോകുന്നു, എന്റെ ഉപ്പ ഇതാ പോകുന്നു. ലാസ്റ്റ് അവസാനമായി ഞാനൊന്ന് കണ്ടു, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് കാണാൻ പറ്റൂല. ആ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ കണ്ണ് നിറഞ്ഞ കണ്ണുകളോടുകൂടി ആ മയ്യത്ത്, ആ ആംബുലൻസ്, ആ സന്തൂഖ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് കരഞ്ഞിട്ട് പറയുന്ന വാക്കാണ്, ഉലകത്തിൽ ഇനി എനിക്കിനി ആരായുള്ള മനുഷ്യ. അത്രയുള്ളൂ മനുഷ്യ. പിന്നെ നമ്മൾ അവന്റെ മയ്യത്തിറക്കി വെച്ചിട്ട് വീണ്ടും ഒരു പാട്ട് പാടിയിട്ടാണ് മണ്ണ് വാരിയിടുന്നത്. മണ്ണിനാൽ പടയത്തുള്ള നിന്നെ, ഒരുപടി മണ്ണെടുത്ത് വെച്ചിട്ട് ആ മയ്യത്തിനെ കണ്ടിട്ട് നമ്മൾ പറയുന്നു മണ്ണിനാൽ പടയത്തുള്ള നിന്നെ. ആ മണ്ണവന്റെ മുകളിലേക്ക് ഇട്ടിട്ട് രണ്ടാമതും മണ്ണെടുത്തിട്ട് പറയുന്നു മണ്ണിനാൽ പടയത്തുള്ള നിന്നെ, മണ്ണിലേക്കല്ലോ അയക്കുന്നു നിന്നെ. കണ്ടോ അർത്ഥം ഒന്ന് ചിന്തിച്ചോക്ക്. നമ്മളൊക്കെ മണ്ണിനെ സൃഷ്ടിച്ചു. ഹബീബിനെ ഹബീബിനോട് കൂടി ചേർക്കുന്ന പറഞ്ഞ പോലെ ആ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിനെ മണ്ണിലേക്ക് തന്നെ കൊണ്ട് ചേർക്കുക. മണ്ണിലേക്കല്ലോ അയക്കുന്നു നിന്നെ. അതോടുകൂടി തീർന്നില്ല സഹോദരാ. ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയിരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയിരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. സൂറത്ത് യാസീൻ ഓതുമ്പോ ഈ ആയത്തും കൂടെ ഒന്ന് നിർത്തി നിങ്ങൾ ഓതണം കേട്ടോ.
സൂറത്ത് യാസീൻ ഓതുമ്പോ ഈ ആയത്തൊന്ന് നിർത്തി ഓതണേ. അത് 3-ാം ഘട്ടമാണ് കേട്ടോ. 3 ഘട്ടമാണ് സൂറന്ന കാഹളത്തിലെ ഊത്ത്. 1-ാമത്തെ ഘട്ടത്തിൽ ഒരു പേടിയാണ്, 2-ാമത്തെ ഘട്ടത്തിൽ മുഴുവൻ തകർന്ന് തരിപ്പണമാകും, 3-ാമത്തെ ഘട്ടത്തിലാണ് ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. കൂട്ടം കൂട്ടമായി വിചാരണയ്ക്ക് വേണ്ടി അല്ലാഹു ഇതാ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ ആ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തപ്പെടുകയാണ്. കണ്ണ് തിരുമ്മിക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഓരോ വ്യക്തികളും പറയുന്ന വാക്കുണ്ട്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ആരാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് ഉണർത്തിയത്? ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങളെ സ്വസ്ഥമായി ഉറങ്ങിയതാണല്ലോ, ഈ ഉറക്കിൽ നിന്ന് ഞങ്ങളെ എവിടേക്ക് കൊണ്ടുപോവുകയാ? അതാ ഉടനെ അവരോട് പറയപ്പെടുകയാണ്, അതാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അംബിയാ മുർസലീങ്ങൾ വന്ന് നിങ്ങൾക്ക് താക്കീത് നൽകിയില്ലേ? ദുനിയാവിൽ അടിച്ചുപൊളി ജീവിതമല്ല ജീവിതം, ഇനിയാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇത്ര നാളും ഒരു ഇടത്താവളത്തിലാണ് നീ ജീവിച്ചത്, ഇനിയാണ് നിന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എഴുന്നേൽക്കണേ, ആഖിറത്തിലേക്കുള്ള യാത്ര തുടങ്ങണേ.